നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളെ മുതൽ നിരവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത്. ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം. ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ അറിഞ്ഞിരിക്കണം. നാളെ മുതൽ ഈ മാസത്തെ, അതായത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. AOI റേഷൻ കാർഡുള്ള ആളുകൾക്ക് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുസരിച്ചുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായി NPS നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 10 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. NPS കാർഡിന് 10 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. ഓണം പ്രമാണിച്ച് ഈ മാസം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി വീതം കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ നൽകുന്നുണ്ട്. ഓണം പ്രമാണിച്ച് ഈ മാസം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി വീതം കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് സൗജന്യ അരിയും, എന്നാൽ അളവിൽ മാറ്റമില്ല. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ 9 ആരംഭിക്കും. 300 കോടി രൂപ വിലമതിക്കുന്ന സാധനങ്ങൾക്ക് ഓർഡർ നൽകിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ കടകളിലൂടെയായിരിക്കും ഓണക്കിറ്റുകൾ നൽകുക എന്നും മന്ത്രി വ്യക്തമാക്കി. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുന്നത്. ഓണം ഫെയർ സെപ്റ്റംബർ മാസം 5 മുതൽ 14 വരെയായിരിക്കും നടക്കുക. വെള്ള നീല എന്നീ കാർഡുകാർക്ക് 10 കിലോ അരി, അതായത് ചെമ്പാവ് അരി 10 കിലോ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ നൽകുവാൻ തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നിറയെ അവധി ദിവസങ്ങളാണ്. ഓണവും നബിദിനവും ശ്രീനാരായണ ഗുരു ജയന്തി അതുപോലെ തന്നെ സമാധി അടക്കം കേരളത്തിൽ ബാധകമാകുന്ന നിരവധി അവധികളാണ് ഇത്തവണയുള്ളത്. പ്രാദേശിക അവധിയും ശനി ഞായർ അവധിയും അടക്കം സെപ്റ്റംബറിലെ ബാങ്ക് അവധി പരിശോധിച്ചാൽ ആകെ 12 അവധി ദിവസമാണ്. രാജ്യത്ത് ബാങ്കുകൾ അടഞ്ഞുകിടക്കുക. സെപ്റ്റംബർ മാസം 1-ാം തീയതിയും അതുപോലെ തന്നെ 4, 7, 8, 14, 15, 16, 17, 18, 20, 21, 22, 23, 28, 29 എന്നിങ്ങനെയുള്ള ശനി ഞായർ ഉൾപ്പെടെയാണ് ഈ ഒരു അവധി ദിവസങ്ങളുള്ളത്. അവധി ദിവസങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വ്യത്യസ്തമുണ്ടായിരിക്കും. പ്രാദേശിക അവധികൾ അതത് സംസ്ഥാനങ്ങൾക്കനുസരിച്ചായിരിക്കും തീരുമാനിക്കുന്നത്. RBIയുടെ കലണ്ടർ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ പൊതു അവധി ദിവസങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ തീർച്ചയായും ഈ ഒരു അവധി ദിവസങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, ഓണപരീക്ഷകൾ ആരംഭിക്കുകയാണ്. ഓണപരീക്ഷ സെപ്റ്റംബർ 3 ആരംഭിച്ച് 12 അവസാനിക്കുക. രാവിലെ 10 മുതൽ 12:15 വരെയും ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 3:45 വരെയുമാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. വെള്ളിയാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞുള്ള പരീക്ഷകൾ 2 മുതൽ വൈകിട്ട് 4:15 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.